ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2:6. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗത്തിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാനാവിലെ കല്യാണത്തെ കുറിച്ചുള്ള ഒരു ദൂതാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മളെല്ലാവരും കല്യാണത്തിലേക്ക് പോവുക. നമ്മൾ ഒരുമിച്ച് എവിടെ പോവാ? ഒരുമിച്ച് പറഞ്ഞേ. കഴിഞ്ഞ മാസം നമ്മൾ പോയത് എവിടെയാ? ഒരാൾ ഇപ്പോൾ എഴുന്നേറ്റ് പറയുന്ന ഒരാൾക്ക് നിശ്ചയമായും ഞാൻ 29-ാം തീയതി വരുമ്പോൾ കൺവെൻഷന്റെ അകത്ത് ഗിഫ്റ്റ് കൊണ്ടുവരും. കഴിഞ്ഞ മാസം ഞങ്ങൾ പോയത് എവിടെയാണ്? പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് ഒരിടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ആരുമില്ലായിരുന്നോ? ഉണ്ടായിരുന്നവർ പറഞ്ഞേ, ഇല്ലാത്തവരെ വിടാം. നമുക്ക് എവിടെ പോവാന്നാ പറഞ്ഞേ? ഒരു ക്ലൂ ഇല്ല. പടകിൽ യാത്ര ചെയ്യാന്നാ പറഞ്ഞേ. ചുഴലിക്കാറ്റിന്റെ ആ മണ്ഡലമാ പറഞ്ഞേ. നമ്മള് കേൾക്കുന്ന വചനങ്ങൾ മറന്നുപോരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കേൾക്കുന്ന വചനങ്ങൾ മറന്നുപോരുത്. പറഞ്ഞേ. സെറീന സേവയോട് പറഞ്ഞേ, പെട്ടെന്ന് ഒന്ന് കുലുക്കി പറഞ്ഞേ. ഉറങ്ങുമോ ആരോഗ്യോ? ഒന്ന് കുലുക്കി പറഞ്ഞേ. ആരും പറയുന്നില്ല. ശേഖരം കൊടുത്തിട്ട് പറഞ്ഞേ, പറയുന്ന വചനങ്ങൾ കൊടുത്ത എല്ലാവരും നിർബന്ധമായും പറയുന്ന വചനങ്ങൾ മറന്നു പോകരുത്. ഈ വചനമാണ് നമ്മെ ജീവിപ്പിക്കണേ. ഈ വചനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഒരുമിച്ച് എവിടെ പോവാ? അതോർമ്മയുണ്ട്. അപ്പൊ ഇനി മറന്നു പോകരുത്. അടുത്ത മാസം വരുമ്പോ ഞാൻ ചോദിക്കും, നിങ്ങൾ എല്ലാവരും കൊണ്ട് ഞാൻ എവിടെയാ പോയത്? കല്യാണത്തിന്. കല്യാണ വീടെന്ന് പറയുന്നത് വളരെ സന്തോഷജനകമായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭവനമാണ് കല്യാണ വീട്. നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും സഹോദരങ്ങളും രക്തബന്ധുക്കളും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാ, അല്ലേ? കല്യാണത്തിന് പോയിട്ടില്ലാത്ത പോലെ ഇരിക്കാതെ ഒന്ന് ചിരിച്ചുകൊണ്ടിരുന്നേ. കല്യാണത്തിന് പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അപ്പൊ എന്റെ വിഷയം എന്ന് പറയാൻ വളരെയധികം എളുപ്പമാണ്. കാരണം കല്യാണത്തിന് എല്ലാരും പോയിട്ടുണ്ട്. ഹല്ലേലൂയ. കല്യാണത്തിന് പോകുമ്പോ നമ്മള് ഏറ്റവും കൂടുതൽ കല്യാണത്തിന് പോകുമ്പോ നമ്മള് പ്രതീക്ഷിക്കണം എന്തിനാ? സത്യം പറയണം. സത്യം ഉണ്ണാനാ. കറക്റ്റാ, സത്യം ഉണ്ണാനാ. സദ്യ മാത്രമല്ല, അതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും ഏറ്റവും ഇഷ്ടമുള്ള എന്താ മക്കളെ? ചിപ്സോ? ഞാൻ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളാണല്ലോ. പറയും എല്ലാരും പറഞ്ഞു. ഉറക്കം പറഞ്ഞേ. പായസം. പായസം അല്ലേ? പായസം, ചിപ്സ് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ എന്താ പറഞ്ഞ? മിഠായി അല്ലേ? മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. റിസപ്ഷൻ ആണെങ്കിൽ സദ്യ ഒന്നും കിട്ടത്തില്ല, ചിലപ്പോ ബിരിയാണി കഴിക്കാൻ പോകുന്നില്ലേ? അങ്ങനെയല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ ഇന്നത്തെ ലീവ് കിട്ടിയത്. അപ്പോ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി പങ്കുചേർക്കാനാണ് കർത്താവ് ചിലർ ഇതിന്റെ അകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ കല്യാണ വീട്ടിന്റെ അകത്ത് പലതും നോക്കിയിട്ട് ചില അമ്മാമ്മമാര് കൂടെ പെണ്ണ് കൊള്ളാമോ? വെളുപ്പാണോ? മുടിയുണ്ടോ? മുട്ടറ്റ മുടി ഇല്ലെങ്കിൽ നോക്കണം. വെപ്പ് വല്ല തന്നെ. അമ്മച്ചിമാരും ആരും വന്നില്ല. എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന അമ്മച്ചിമാരും വന്നില്ല. അമ്മച്ചിമാരെ നോക്കണത് സ്വർണ്ണം ഇട്ടിട്ടുണ്ടോ? എത്ര ഇട്ടിട്ടുണ്ട്? 51 കിട്ടിയോ? അവന് 101 കിട്ടിയോ? വസ്തു എത്ര കിട്ടി? നിങ്ങളുടെ വീട്ടിന്റെ അകത്തൊന്നും ഇങ്ങനെയുള്ള ആരുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും വേണ്ടതില്ല ആരും. ചിലരങ്ങനെയാ. ചിലര് വരണ ആഹാരം കഴിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആഹാരം കഴിക്കാനോ, ചിലർ അടിച്ചു പൊടിക്കാൻ പറഞ്ഞവരുണ്ട്. ഡാൻസ് ഒക്കെ ഒന്ന് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കല്യാണ വീട്. നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളുമായി ഇൻവോൾവ് ചെയ്ത കാര്യങ്ങൾ പറയണേ. ഞാനൊരു കാര്യം പറയാം. ആ കല്യാണ വീട്ടിന്റെ അകത്ത് നമുക്ക് സന്തോഷമല്ലേ? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആത്മീകമായിട്ടൊരു കല്യാണം കൂടെ കണക്ട് ചെയ്യുക. കുഞ്ഞാട്ടിന്റെ കാന്തയുടെ കല്യാണം. കുഞ്ഞാട്ടിന്റെ കാന്തയുടെ കല്യാണത്തിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ദൂതന്മാർ ഓരോരുത്തർ ഇതുപോലൊരു എൻട്രി ആയിരിക്കും. ഇതിനകത്ത് ഓരോരുത്തരെ കൊണ്ട് നിർത്തും. വിശുദ്ധിയുണ്ടോ, വേർപാടുണ്ടോ, ജീവപുസ്തകത്തിൽ പേരുണ്ടോ, ദൂതൻ നോക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും
പോയി തള്ളിയിടുക എന്ന് വചനം പറയുമ്പോ അപ്പുറത്ത് പിശാചിന്റെ ദൂതനുണ്ട്. അസൂയയുള്ള, കാപട്യമുള്ള, വക്രതയുള്ള, ശാഠ്യമുള്ള, ജഡത്തിന്റെ പ്രവൃത്തികളുള്ള. ഒന്ന് വായിച്ച മോളെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:19. ജഡത്തിന്റെ ഈ വകക്കാരും ദൈവരാജ്യം കടക്കത്തില്ല. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊന്നും അല്ല എന്റെ ദൂത്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്യുക. പറഞ്ഞു. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്വന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഇവ ഏതേലും ഉണ്ടെങ്കിൽ വെളിയിൽ തന്നെ. ഞാൻ ആരെയും മുഖം നോക്കണില്ല. ഇതിപ്പോ ഞാനാണ് ഇതിനകത്ത് കിടക്കണമെങ്കിൽ ഞാനും വെളിയിൽ തന്നെ. പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഇത്ര ഷാർപ്പായിട്ട് ഉപദേശങ്ങൾ പറയണമെന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. എങ്ങനെ പറ്റണമെന്ന്. ജീവിതത്തിന്റെ അകത്ത് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ, എന്നെ നന്നായി അറിയണമെങ്കിൽ എന്റെ പപ്പയോട് ചോദിച്ചാൽ അറിയാം എന്റെ ബാല്യകാലം എങ്ങനെയാണ്. ഹല്ലേലൂയ. എന്റെ യൗവനകാലം എങ്ങനെയാണെന്ന് എന്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും നിങ്ങൾക്ക്. വിവാഹം കഴിഞ്ഞ് എന്നെ ഏറ്റവും പറഞ്ഞത് എന്റെ ഹസ്ബൻഡാണ്. എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ വൈഫ് എന്ന രീതിയിൽ എങ്ങനെയാണെന്ന്. എനിക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങൾ പറയും അമ്മ എന്ന രീതിയിൽ ഈ പവിന എന്ന് പറയുന്ന ആൾ എങ്ങനെയാണെന്ന്. എന്റെ അമ്മായിയമ്മയോട് ചോദിച്ചാൽ പറയും മരുമോൾ എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണെന്ന്. എന്റെ സഹോദരനോട് ഇരിക്കുന്നു, സഹോദരനോട് ചോദിച്ചാൽ സഹോദരൻ പറയും ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണെന്ന്. വിശ്വാസികളായ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും പറയും ഞാൻ എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങളെല്ലാം ഒത്തുപിടിക്കാൻ പറ്റണുണ്ടോ? ഈ സാക്ഷ്യങ്ങളല്ല, ഈ ബന്ധങ്ങളല്ല പ്രിയ അങ്ങളോട് വർഷങ്ങൾ മുമ്പുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും ആ സ്നേഹബന്ധത്തെ തുടരാൻ കർത്താവ് സഹായിക്കണം. ഈ ബന്ധങ്ങളെല്ലാം സ്നേഹബന്ധത്തിലൊന്ന് കൊണ്ടുപോകാൻ പറ്റണുണ്ടോ? ഈ ലോകത്തിന്റെ ജീവിതം നശ്വരവാ. ഇന്ന് കാണുന്നവര് നാളെ കാണാൻ പറ്റണില്ല. ശരിയല്ലേ? അകത്ത് വീർപ്പ് മുട്ടുന്ന വൈരാഗ്യവും കപട ചിന്താഗതികളും വക്രതയും കൊണ്ട് നമ്മൾ എവിടെ പോവായിരിക്കാം? സ്വർഗത്തിലേക്ക് പോകുമോ? ഒരിക്കലില്ല. എവിടെ ഉടയപ്പെടുമോ അവിടെ പണിയുന്നൊരു ദൈവമുണ്ട്. മാനസാന്തരം ഫലം കായ്ക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പ്രവചനം വെച്ചോണ്ട് ഞാൻ ഇരുന്നോളാം. ദൈവദാസ ഷാപ്പാറ്റ് എന്നോട് പ്രവചിച്ചു പറഞ്ഞു, പ്രവചിക്കാനുള്ള സമയം കഴിഞ്ഞു, വചനം പറയാനുള്ള സമയമായി. ഞാൻ നോക്കിയപ്പോ പ്രവചിച്ചപ്പോ അവര് നന്നായി ബൂസ്റ്റ് ആകുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അകത്ത് നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. 1 മാസം ഉള്ളവരെ അടുത്ത മാസം കാണുമല്ലോ. 1 മാസം കയ്യടിച്ചാലും കേട്ടോ, അടുത്ത മാസം കാണില്ല. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എവിടെ പോയി ആത്മാവ്, എവിടെ പോയി? പേര് ലിസ്റ്റ് ഉണ്ട്. എനിക്ക് റിവൈവൽ ഫയറിൽ എല്ലാവരും ലിസ്റ്റ് ഉണ്ട്. ഇത് പപ്പയുടെ ലിസ്റ്റാണ്, ഞാനിപ്പോ എടുക്കുക. ലിസ്റ്റ് ഉണ്ട്, പേരില് എവിടെ പോയി. കണക്ക് കൊടുക്കേണ്ട ആരാ? നിങ്ങളല്ല, എങ്ങനെയാണ് പറഞ്ഞത്? കണക്ക് കൊടുക്കേണ്ട ആരെയാ? ആരൊന്നും മിണ്ടില്ല. കാവൽക്കാരാക്കി നമ്മളെ നിയമിച്ചു വച്ചിരിക്കുമ്പോ ഒരു ആട് കുഴി വീണ ചോദ്യം ഇടയനോട് വരും, വചനം പഠിപ്പിക്കുന്നതിനോട് വരും. ഞാനൊരു കാര്യം പറയാം, എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സഹോദരനോട് ക്ഷമിക്കാൻ പറ്റണില്ലെങ്കിൽ, എനിക്ക് ഇന്ന് പ്രാഗൽഭ്യത്തോടെ എന്റെ സഹോദരനോട് കൈ കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ അവരുമായിട്ട് ഒരു വിഷയമില്ല. ഇങ്ങനെ കൊടുക്കാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ എവിടെയോ വിഷയങ്ങളുണ്ട്. ഞാൻ അവന് ഫോൺ വിളിക്കാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ അവരോട് ഭയങ്കര, അവന് ഫോൺ വിളിക്കുന്നതേ അത്ര ഇഷ്ടമില്ലാത്ത ടൈപ്പുള്ള ആളാണ് എന്റെ സഹോദരൻ. ഞാൻ പലപ്പോഴും ചോദിക്കും, കർത്താവേ അവൻ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവരെ മാസത്തൊരിക്കലും വിളിക്കും. നമുക്കൊരാഗ്രഹമൊന്നുമില്ല, കാണണേ ഇല്ല. ഇന്നത്തെ മീറ്റിങ്ങിന് അപരിചിതമായി കിട്ടിയതാണ് പുള്ളിക്കാരൻ. ഞാനൊരു കാര്യം പറയാം, വിളിച്ചില്ലേ നമ്മുടെ അകത്ത് കാണുമ്പോൾ ഒരു സ്നേഹം വെളുപ്പം. കണ്ടില്ലേ നീ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാനുള്ളൊരു ഹൃദയം. നമ്മൾ തമ്മിലുള്ള ശരിയായ പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ ഇത്രയും നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന, ഇത്രയും ഞാൻ ബൂസ്റ്റ് ചെയ്യുന്ന ഞാൻ ഒരു
അത് എനിക്ക് പറയണം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിത സാഹചര്യത്തിൽ സാറയുമായി ബന്ധപ്പെട്ട് ഡെലിവറി സമയത്ത് ഞാൻ വല്ലാതെ ഉടയപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ ബൂസ്റ്റ് ചെയ്തു. എന്താ അവൻ പറഞ്ഞ വചനമൊന്നുമല്ല അവൻ പറഞ്ഞേ. അവൻ പറഞ്ഞു, ചേച്ചി എല്ലാം ശരിയാവും. ഈ സഹോദരൻ പറയുന്ന വാക്കിലൊരു വല്ലാത്തൊരു എനർജി ഉണ്ട് അല്ലേ? ഹസ്ബൻഡ് പറയുന്ന പോലെ അല്ല അത്, അപ്പം പറയുന്ന പോലെ പോലും അല്ല. അവൻ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം ശരിയാവും, കൈ പിടിക്കും, ഈ കൈ അവൻ കൈ എല്ലാം ശരിയാവുമെന്ന്. ഞാൻ കൈ കൊടുക്കുന്ന വേറെ ഒന്നുമല്ല, ദൂത് കൈമാറേണ്ടതാണ്, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഹല്ലേലൂയ. അവനോടുള്ള ദൂത് എനിക്ക് ഇങ്ങനെയാണ് പറയാൻ കർത്താവ് പറയണമെങ്കിൽ ഞാൻ അങ്ങനെ പറയുക. സഹോദര ബന്ധം നിനക്ക് കാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പുറത്തിരിക്കുന്ന ചേച്ചിയെ നോക്കി ചിരിക്കാൻ പറ്റുന്നുണ്ടോ? പുഷ്പ ചേച്ചിക്ക് ഈ മോളെ നോക്കി ചിരിക്കാൻ പറ്റുമോ? ഒന്ന് ചിരിച്ചേ. എങ്കിൽ ഇതിൽ പരം വേറെ ഒരു സന്തോഷമില്ല. ഇതാ സഹോദരന്മാരോ, ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ, ഒന്ന് നോക്കി ചിരിച്ചേ. സുഖാണോന്നൊക്കെ ചോദിച്ചേ, മനസ്സിൽ വിളിച്ച് ചോദിച്ചേ സുഖാണോ? നമ്മുടെ ആരാധനയിൽ വരുമ്പോ ഉത്സവമായി മാറണം. അപ്പോഴാണ് ഫെസ്റ്റിവൽ ആകണേ, കല്യാണം ആകണേ. കല്യാണം വീട്ടിൽ ചെന്ന് എല്ലാവരും മുഖം ഇങ്ങനെ വീർപ്പിച്ചിങ്ങനെ ഇരിക്കാറുണ്ടോ? ഇരിക്കാറുണ്ടോ? ഇല്ല. എല്ലാരും ചിരിക്കുമല്ലേ, എല്ലാരും സന്തോഷിക്കുമല്ലേ? പക്ഷെ യേശുവിനെ ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും യേശുവിനെ ക്ഷണിക്കണം. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടോ? ഒരു ജോലി നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു നന്മ വെളിപ്പെടാൻ സമയമായോ? എങ്കിൽ നിങ്ങൾ യേശുവിനെ ക്ഷണിക്കണം, യേശുവിന്റെ ശിഷ്യന്മാരെ വിളിക്കണം. നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് ഒരു കൂട്ടം പ്രവർത്തകരെ കർത്താവ് തന്നിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടേ കുഴപ്പമില്ല, നിങ്ങൾ ഇവരെയൊക്കെ വിളിക്കാം. യേശുവിനെയും ശിഷ്യന്മാരെ വിളിക്കണം. ഈ അഭിഷിക്തന്മാര് നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ സന്നിധി, നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ അല്ല ഞാൻ പറയണേ. എന്റെ വീട്ടിലെ എല്ലാ മന്തിലും നിങ്ങളുടെ വീട്ടിലൊക്കെ പപ്പ വരണ പോലെ ഒരു ദൈവദാസൻ വരും. അത് എനിക്ക് അനുഗ്രഹമാണ്. ഞാൻ ഉദയപ്പെട്ടൊക്കെ ഇരിക്കുമ്പോ ആ വചനം എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തും. അദ്ദേഹം പാട്ടുകൾ പാടും പപ്പയെ പോലെ. എനിക്ക് പപ്പയായിട്ടുള്ള സ്നേഹം ഭയങ്കര വലുതായിരുന്നു. പപ്പ എവിടെ പോലും എന്നെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു എന്നെ വളർത്തിക്കൊണ്ടുവന്നെ. എന്ത് മേടിച്ചാലും വാങ്ങി തരും, എന്ത് ചോദിച്ചാലും മേടിച്ചു തരും. അവിടെ നിന്ന് എന്നെ വലിച്ചെടുത്തോണ്ട് പോയപ്പോഴേ ആ വേദന ആർക്കൊക്കെ ഉണ്ട്, അങ്ങനെ അനുഭവിച്ചാരൊക്കെ. വലിച്ചെടുത്തോണ്ട് പോയപ്പോ ഭയങ്കര വേദന തോന്നി, പ്രയാസം തോന്നി. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹം പാട്ടുകൾ പാടുമ്പോ ഞാൻ ചുമ്മാ സങ്കല്പിക്കും, എന്റെ പപ്പയാ പാടുന്നത്. വൈകുമ്പോൾ പാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. അന്നെനിക്ക് മിനിസ്ട്രി ഇല്ല കേട്ടോ, അന്നെനിക്ക് മിനിസ്ട്രി ഇല്ല. അന്ന് ആർക്കും എന്നെ അറിയത്തില്ല. ഇന്ന് ലോകരാജ്യങ്ങളിൽ പലർക്കും എന്നെ അറിയാം. പക്ഷെ അന്ന് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. വാക്കുടഞ്ഞു പോയതാണ്, വളഞ്ഞൊടിഞ്ഞു പോയതാണ്. ഒറ്റപ്പെടേണ്ട ആളുകളിൽ അനുഭവിക്കേണ്ട ചില നന്മകൾ പോലെ തടസ്സപ്പെട്ടതാണ്. പക്ഷേ കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ
വിചാരിക്കണേ ഞാനിത് കണ്ണീര് എന്റെ കണ്ണീര് ഇങ്ങനെ കണ്ണീര് വരും. അപ്പൊ അഭിഷിക്തൻ പറയും, മക്കളെ നിന്റെ ഇവിടെ കൊണ്ടിരിക്കണം, ഇരുത്തിക്കണം, വെറുതെ ഒന്നും അല്ല. നീ ഒരു കാലത്ത് മോശയെ പോലെ ഒരു ലീഡറായി പുറത്തു വരും. ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നമ്മുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 50-55ഓളം ആൾക്കാർ വരും. ഭയങ്കര ദൈവസാന്നിധ്യമുള്ള ഏരിയയിലോട്ടാ വിട്ടെങ്കിലും ഭയങ്കര ദൈവസാന്നിധ്യമുള്ള ഒരു ഏരിയയിലോട്ടാ വിട്ടെ. പക്ഷെ 55ഓളം ആൾക്കാർ വരും. അവിടെ ആത്മാവിൽ ആരാധനയാണ്. അപ്പൊ എന്നോട് പറയുക, ആ സഹോദരൻ എന്റെ പപ്പയെന്നാ ഞാൻ വിചാരിച്ചു വെച്ചേക്കണേ, പാട്ടുപാടപ്പണേ. ചിലപ്പോ അങ്ങനെയല്ലേ ചിലരൊക്കെ നമ്മൾ സങ്കല്പിക്കട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ സങ്കല്പിക്കത്തില്ലേ. അങ്ങനെ അദ്ദേഹം എന്നോട് പറയുക, ലീഡറായി നീ പുറത്തു വരും. ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ പുറത്തു വരുമെന്ന് എനിക്ക് തോന്നണില്ല, ഇത് ഫോറസ്റ്റ് ആണ്, ഇവിടെ ആര് തേടി വരാനാ, അങ്കിളെ ഇല്ല, അങ്കിളിനി എന്റെ വാർത്തകളൊന്നും എനിക്ക് പറയരുത്. അപ്പൊ അങ്കിൾ ചിരിച്ചോണ്ട് പറയുക, ഇന്നത്തെ കാലത്തിലെ വേദന നാളത്തെ മഹത്വമായി മാറിയില്ലെങ്കിൽ നീ കുറിച്ചിട്ടോ. ഇന്നലെ ദൈവദാസന അനേക കൺവെൻഷൻ പോസ്റ്റ് എന്നോട് പറഞ്ഞു, അന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തായി? ഇത് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ മാസമാ. നീ എവിടെയാണെന്ന് കർത്താവിന് വിഷയമല്ല, നീ എവിടെയാണ് തകരപ്പെട്ടെന്ന് കർത്താവിന് വിഷയമല്ല, നിന്റെ മൺപാത്രം തകർന്നു പോയോ കർത്താവിന് വിഷയമല്ല, കർത്താവ് നിന്റെ പണി കളിമണ്ണിനെ എടുത്ത് പണി. നമുക്ക് കുശവന്റെ അടുക്കലേക്ക് പോവാമോ? ആദ്യം നമ്മൾ എവിടെ പോയി? കല്യാണം. ഇനി മറക്കില്ല, എനിക്കറിയാം നിങ്ങൾ എന്നോട് ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അടുത്ത് നമ്മൾ എവിടേക്ക് പോകണു? കുശവന്റെ ചക്രത്തിലേക്ക് പോകുന്നു. നമുക്ക് പോകാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പലവട്ടവും ഉദയപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യില്ല, പണിയില്ല, കർത്താവ് പണിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പലരും അങ്ങനെ വിചാരിച്ചവരല്ലേ? പലവട്ടം ഉടയപ്പെട്ട കർത്താവ് ഒരു വട്ടം നിന്റെ പണി. വക്കൊടഞ്ഞു പോയതാ, വളഞ്ഞൊടിഞ്ഞു പോയതാ. ജീവിതത്തിന്റെ അകത്ത് പ്രതീക്ഷയില്ലാതെ ചില ഇടങ്ങളിൽ കർത്താവിനെ കൊണ്ടിരുത്തണമെങ്കിൽ ഒരു മാന്യതയുള്ള ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പ്ലാനിങ് ഒക്കെ. ഈ കളിമണ്ണിനെ എടുക്കുന്നത് ചേറ്റിൽ നിന്നാണ്. കൂടെയുള്ള കളിമണ്ണൊക്കെ പറയും, അയ്യേ നിന്നെ വെട്ടി എടുത്തോണ്ട് പോവുക, ഇനി എന്ത് ചെയ്യും? ഇനി എടുത്തോണ്ട് പോവുക, നീ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ പോവുക, ഇനി നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു നന്മയില്ല. കൂടെയുള്ള കളിമണ്ണെല്ലാം ഈ കളിമണ്ണിനെ കളിയാക്കി കാണും, ഇല്ലേ? സ്വാഭാവികമല്ലേ? കൂടെ ഒത്തു വളർന്നവർ, കൂടെ നിന്ന് സഹോദരന്മാര്, കൂടെ നിന്ന് അപ്പൻ അമ്മ, എല്ലാവരും വിചാരിക്കും എല്ലാം തീർന്നു, അവസാനിച്ചു. കളിമണ്ണ് എന്താക്കാൻ തുടങ്ങി? കളിയാക്കാൻ തുടങ്ങി. ആരെങ്കിലും നിന്നെ പരിഹസിക്കണുണ്ടോ? ആരെങ്കിലും നിന്നെ നിന്ദിക്കുന്നുണ്ടോ? ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിന്നെ നല്ല കുശവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മനോഹരമായ ഒരു മാനപാത്രമായി അവൻ നിന്നെ പണിത് പുറത്തു കൊണ്ടുവരും. മനുഷ്യൻ പണിതാൻ പറ്റത്തില്ല കേട്ടോ. ഈ പ്രോസസ്സ് മനുഷ്യൻ പണിതാൽ ഇത്രയും അത്ഭുതകരമായിട്ട് പുറത്തു വരില്ല. എന്നെ പണിതത് ഹോളി സ്പിരിറ്റാണ്. എനിക്ക് തന്റെ പറയാൻ പറ്റുമോ? മനുഷ്യൻ പണിതാൽ ഒരു പരിധി എഴുതുന്ന മനുഷ്യൻ നമ്മളെ ഇട്ടിട്ട് പോകും, ഇല്ലേ? ദൈവാത്മാവ് നിങ്ങളെ പണിത ഏറ്റവും രുചികരമായ മീന് നിന്റെ കളിമൺ പാത്രത്തിൽ നിന്ന് പുറത്തു വരും. വിശ്വസിക്കും. ദൂത് ആരോടൊക്കെ പരിശുദ്ധ പറയുന്നു, നീയാവുന്ന കളികൾ. പ്രിയ സഹോദരി, പുതുതായി വന്ന സഹോദരിയോട് പരിശുദ്ധ ദൂത് പറയുന്നോ, നീ ഉടയപ്പെട്ടതാ, നീ തകരപ്പെട്ടതാ, ആർക്കും വേണ്ടെന്ന് പറഞ്ഞതാ, നിന്റെ കൂട്ടുകാരെല്ലാരും കൂടി നിനക്ക് വിരോധമായി തീർന്നതാ. പരിഹസിച്ചില്ലേ, നിന്ദിച്ചില്ലേ, വേദനിപ്പിച്ചില്ലേ, കരയിപ്പിച്ചില്ലേ, ഒറ്റയ്ക്കാക്കിയില്ലേ? പൊട്ടിക്കല്ലോട് നിന്റെ റൂമിന്റെ അകത്ത് മരിച്ചാൽ മതി എന്ന് നീ ചിന്തിച്ചില്ലേ? ഭർത്താവിന്റെ ആശ്വാസം അവിടെ ആശ്വാസമായിരുന്നില്ല, ബോസിന്റെ ആശ്വാസം അത് ആശ്വാസമായിരുന്നില്ല, കൂട്ടുകാരുടെ ആശ്വാസം അത് ആശ്വാസമായിരുന്നില്ല. ദൈവം തന്നെ നിനക്ക് വേണ്ടി സീറ്റ് ഉറപ്പിച്ചു, ഇല്ലേ? ദൈവം ഉറപ്പിച്ചവനെ
ഇളക്കാൻ നോക്കിയാൽ ഇളക്കാൻ പറ്റില്ല. പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ വാഗ്ദത്തം ഒരുവന്റെ തല വീട് കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഓടിക്കോ. മനസ്സിലായില്ല? വാഗ്ദത്തം ഒരു വ്യക്തിയുടെ അകത്ത് വീട് കഴിഞ്ഞാൽ വേറെ ആരും നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ലേലും, വേറെ ആരും നിനക്ക് കൈ തന്നില്ലേലും, വേറെ ശുശ്രൂഷകന്മാർ ആരും നിന്നെ ലിഫ്റ്റ് ചെയ്തില്ലേലും, ഒരു ലീഡേഴ്സ് നിന്നെ കണ്ടില്ലേലും കർത്താവ് പറയുന്നു ഓടിക്കോണം. കർത്താവ് ഒരു സീസൺ നോക്കും. ഷിനോയെ നോക്കും കേട്ടോ, ഷിനോയെ നോക്കും. 10:30 ഞാൻ ഇവിടെ വരാൻ പറഞ്ഞ മോനാ അല്ലേ? എന്തിനാ വരാൻ പറഞ്ഞേ? കീബോർഡ് വായിക്കാനാ വരാൻ പറഞ്ഞു. അവൻ 10:15 കറക്റ്റ് ഞാൻ നോക്കി 10:15 ഇവിടെ എത്തി. അപ്പൊ എനിക്കൊരു ടെൻഷനായിരുന്നു. ഞാനിവിടെ 9:30 എത്തിയ ആളാണ്. ചിലപ്പോ നമുക്ക് ടെൻഷനാണ്. നമ്മളൊരു ശുശ്രൂഷ ദർശനം ഉണ്ടാകുന്ന പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിന്റെ ദർശനം നിനക്ക് ഉള്ളൂ കുഞ്ഞെ. പപ്പ അത് ശരിയാണല്ലോ പപ്പ, ഇവിടെ ശരിയാണല്ലോ. പപ്പയോടെല്ലാം പറയാൻ പറ്റത്തില്ലേ? പപ്പയോട് നമ്മൾ പറയല്ലേ അത് ശരിയാണല്ലോ പപ്പ, ഇത് ശരിയാണല്ലോ, അതെന്താവും അറിയില്ല. മൂന്നാമത്തെ വാട്ട് കണ്ടിച്ചാണ് എന്താവും എന്നൊക്കെ പപ്പ പറയും. ദർശനം നിനക്ക് അതന്നെ തന്നെങ്കിൽ നീ ഓടിക്കോണം. ചിലപ്പോ വിഷമം വരും, എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദർശനം തന്നു. പപ്പയ്ക്ക് ഒരു ദർശനം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തിന്റെ കൂടെ പപ്പ ഓടുള്ളൂ. പപ്പ എന്നോട് പറഞ്ഞു, നിനക്കൊരു എയിമോ വേണം, നിനക്കൊരു ദർശനം വേണം, നിനക്കൊരു മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോ നീ എന്തായി തീരുമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യണം. ആരുണ്ടേലും, ഓർഗൻ ഉണ്ടേലും ഇല്ലേലും, ശുശ്രൂഷകരില്ലേലും ഉണ്ടേലും, ഇതിൻ്റെ അകത്ത് ലീഡേഴ്സ് ഉണ്ടേലും ഇല്ലേലും ചെയ്യേണ്ട വേല ചെയ്യണം. ഇത് കണ്ടു വളർന്ന ഒരു വീടാ എന്റെ വീട്. അമ്മ അങ്ങനെ വളർത്തിയതാ എന്നെ, പപ്പ അങ്ങനെ വളർത്തിയതാ. സൺഡേ സ്കൂളിലൊക്കെ ഭയങ്കര മഴയായിരിക്കും ചില ദിവസം. ഞായറാഴ്ച ഉറങ്ങാനുള്ള ദിവസമാണേ കുഞ്ഞുങ്ങളെ അല്ലേ, ഉറങ്ങാൻ ഒന്ന് ചവിട്ടി എഴുന്നേപ്പിക്കും. ഇവിടെ പോണം സൺഡേ സ്കൂളിൽ പോയതുകൊണ്ട് മഴയും വെയിലും ഇല്ലാതെ, മഴയേക്കട്ടെ വെയിലേക്കട്ടെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടാൻ ദൈവം സഹായിക്കുന്നു. കൂടെയുള്ള പലരും, എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പലരും സിനിമയ്ക്കും സീരിയലിനും അഡിക്റ്റ് ആയപ്പോ, ആർട്ടിസ്റ്റുകളൊക്കെ ആയപ്പോ ദൈവം എന്നെ സത്യദൈവത്തെ ചുമക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിച്ച് ഞാൻ അഭിമാനിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഉപയോഗിക്കുന്നു. എന്റെ കൂടെയുള്ള കുട്ടികൾ ഡോക്ടേഴ്സ് ആണ്, അവർ പ്രാർത്ഥിക്കും. എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഡോക്ടറിനെയാണ് നമ്മൾ കാണപ്പെട്ട ദൈവമായി ചിലരൊക്കെ ചിലപ്പോഴൊക്കെ കരുതുന്നത്. ഐസിയുവിന്റെ അകത്ത് ഡോക്ടർ സോറി പറഞ്ഞാൽ പിന്നെ സോറി പറയാതിരിക്കാൻ മുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. സർവശക്തനായ ദൈവം കുഞ്ഞെ അതിനു മുമ്പേ മുട്ടുമടക്ക് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകും. ആ സീസൺ എത്തുന്നവരെ നീ എന്തിനാ കാത്തിരിക്കണേ? പ്രശ്നം വരുമ്പോ ഫോൺ എടുത്തിട്ട് അപ്പുറത്തുള്ളവനോട് ഇപ്പുറത്തുള്ളവനോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞു തിരക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക് അല്ലായ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാക. ഒരു ശമുവേ പ്രവാചകൻ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശമുവേ പ്രവാചകനെ പുറത്തു കൊണ്ട് വരണമെങ്കിൽ നിന്ദയുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, വേദനിപ്പിക്കുന്ന പെനീനമാരുണ്ട്. പെനീനെ നോക്കിക്കൊണ്ടിരുന്ന അന്നയ്ക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ ചേച്ചി? കറക്റ്റ് അല്ലേ? ദൂതല്ലേ? ഹന്നയ്ക്ക് പെനീനെ നോക്കിക്കൊണ്ടിരുന്ന സന്തോഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് കുത്താനേ അറിയും. മോനെ അവർക്ക് കുത്താനേ അറിയും. വാളുപോലെ കുത്തുന്ന ചിലരുണ്ടെന്ന് വചനോ ആ സദൃശവാക്യങ്ങളല്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെ അകത്തും നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. അതിൽ നമ്മൾ നല്ലതെടുക്കുക, ചീത്ത നന്നാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഈ കുശവന്റെ കയ്യിൽ കിട്ടിയ ആള് മാറാത്തവര് മാറും. ദൈവാലയത്തിന്റെ വിരോധമായി നിന്ന ശൗലിനെ പൗലോസാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എത്രയധികം, എന്നെ എത്രയധികം. ഇസ്രായേൽ മക്കളുടെ ആരെങ്കിലും കണ്ടാൽ പിടിച്ചു കെട്ടി അവനെ കൊന്നുകളയുവാൻ നിശ്ചയിച്ച ശൗലിനെ പോലെ ഇത്രയും ക്രൂരനായ ഒരു വ്യക്തിയില്ല. മിഷണറി യാത്രയിൽ ഇത്രയും അധികം ദൈവരാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു അഭിഷിക്തനില്ല. അതാ സീസൺ തിരിഞ്ഞാലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. അപ്പൊ കല്യാണ വീട്ടിന്റെ അകത്ത് യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് എന്തേലും പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്യണം. ശുശ്രൂഷകൻ എന്തു പറഞ്ഞാൽ അതുപോലെ ചെയ്തോണം. കേട്ടോ മക്കളെ? ശുശ്രൂഷകൻ നിങ്ങൾക്ക് എതിരായിട്ട് ഒന്നും സംസാരിക്കില്ല കേട്ടോ. വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ ഒരു കൈവപ്പോടുള്ള പ്രാർത്ഥന നല്ലതാണ്. നിങ്ങൾ പോകുന്ന സമയം പോകണം.
അല്ലെങ്കിൽ ഏതെങ്കിലും അഭിഷിക്തനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു ജോലി തുടങ്ങുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശുശ്രൂഷകനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അതിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. പ്രതികൂലങ്ങൾ. ഒരു വാഹനം എടുത്തെന്ന് വെച്ചോ, വാഹനം എടുത്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാ, ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയല്ല വേണ്ടത്. ഒരു അഭിഷിക്തന്റെ അടുക്കൽ അല്ലെങ്കിൽ അഭിഷിക്തയുടെ അടുക്കൽ എത്തണം. ഒരു വാഹനം വരാൻ പോവാ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പരിശുദ്ധമോ പറയുന്നു, ഒരു വാഹനം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കാൻ പോകുന്നു. ഒരു ബൈക്ക് കർത്താവിനെ കാണിക്കുന്നു. സ്പീഡ് കുറച്ച് പോകണം കേട്ടോ. ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ദൈവം ചിലത് ഒരുക്കുമ്പോൾ നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെറിയ ഓർഗൻ എടുത്തോണ്ട് നിനക്ക് വരാൻ, ഓർഗൻ വായിക്കാൻ വേണ്ടി നിനക്ക് വരാനുള്ള ഒരു ഹൃദയം ഉണ്ടായല്ലോ. ഇന്ന് കർത്താവ് നിന്നെ സെലക്ട് ചെയ്യുക. ദൈവം നിന്നെ മാനിക്കാൻ പോവുക. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പവിത സിസ്റ്റർ മാനിച്ച പവിതയെ ഞാനങ്ങ് മാനിക്കും. ഷീനോയെ മാനിച്ച ഷീനോയെ മാനിക്കും. വിനിത സിസ്റ്റർ മാനിക്കണമെങ്കിൽ വിനിതയെ ഞാനങ്ങ് മാനിക്കാം. ഇതിന്റെ അകത്ത് ആര്യമോളാണ് അതിനെ കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോണെങ്കിൽ ആരെയും ബ്ലസ് ചെയ്യും. ഇതിന്റെ അകത്ത് എത്ര പേർക്ക് വരാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കാതിരിക്കുമോ കർത്താവ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ കല്യാണ വീട്ടിന്റെ അകത്ത് യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യുന്നു? വെൻട്ര തന്നെ പെട്ടെന്ന് ഓർമ്മ വരിക. വെൻട്ര ഒരു നിമിഷം ഓടി വരാം. ഞാൻ പറയാം. ബ്രദർ എപ്പോഴാണ് പ്രോഫസി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അത് ബ്രദർ എന്നെ പറയുമായിരിക്കും. ബ്രദറിനോട് ഞാൻ ഒരു പ്രോഫസി പറഞ്ഞു. ഏത് ഇയറിലാ പറഞ്ഞേ? 2.5 വർഷം മുമ്പ് ഞാൻ ഒരു പ്രോഫസി പറഞ്ഞു കേട്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ അറ്റൻഷൻ പോകണമെന്നാണ് ഞാൻ ഒരു ടെസ്റ്റ് പണി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് എങ്ങനെയുള്ള വാഹനം വരുമെന്ന് കർത്താവ് പറഞ്ഞു? കാണാത്ത വണ്ടി വരുമെന്ന് പറഞ്ഞു. പേര് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വണ്ടി വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി. പവിത സിസ്റ്റർ പ്രവചിച്ചല്ല, അതിന്റെ അകത്ത് ദൈവാത്മാവ് പ്രവചിച്ചതാ. ഒരു പ്രവചന ശബ്ദം വന്നാൽ നമുക്ക് സന്തോഷം തോന്നണ്ടേ? അനേകം പ്രവചന ശബ്ദങ്ങൾ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യം തകരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ എന്നോടൊന്ന് സംസാരിക്കാമോ ഞാൻ പലപ്പോഴും ഫാസ്റ്റിംഗ് പ്രയറിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും വിഷമിപ്പിച്ച് വിടാറില്ല. എനിക്കറിയാം ഒരു പ്രവചന ശബ്ദം ആത്മാവിൽ നിങ്ങളെ വളർത്തുന്നതായിരിക്കണം. തെറ്റുകൾ പറഞ്ഞു തരും. അത് വചനത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്തോണം. അല്ലാതെ പ്രവചന ശബ്ദത്തിലൂടെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ശുശ്രൂഷ അല്ല കർത്താവ് എനിക്ക് തന്നേക്കണേ. മുറിപ്പെട്ടിരിക്കുന്നവരെ പണിയുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും ശരിയാകണമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ പവിത്ര സിസ്റ്റർ അല്ല വിളിച്ചു പറഞ്ഞത്, എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ ഈ പ്രോഫസി പറഞ്ഞത് എന്നൊന്നും ഒരു ഓർമ്മയില്ല. എന്നിട്ട് പ്രോഫസി ഫുൾഫിൽഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു കർത്താവ് ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞേ. ഒരുപാട് മീറ്റിംഗ് ആയില്ലേ നിങ്ങളുടെ കൂടെ? എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഗൂഗിൾ മീറ്റിലൂടെ നമ്മുടെ പ്രേയർ നടക്കുന്നുണ്ട്. ലിങ്ക് വേണമെന്നുള്ളവര് നമ്മുടെ ലീഡേഴ്സുമായി ബന്ധപ്പെടുക. സിസ്റ്ററൊക്കെ കണക്ട് ആയിട്ട് പോവുക കേട്ടോ. ഫോൺ ഉണ്ടല്ലോ, ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഗൂഗിൾ മീറ്റ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിലൂടെയാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോ ഈ ദൂത് പറഞ്ഞപ്പോ എപ്പോഴാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എപ്പോഴാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പപ്പ വണ്ടി ഓടിച്ചുകൊണ്ട് പോണ ഒരു വീഡിയോ ഞാൻ ആദ്യം കണ്ടത്. എന്റെ പപ്പ, ഞാൻ അതിനെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ദൂത് അതുപോലെ ചെയ്തു. അഭിഷിക്തനെ കൊണ്ടുപോയ വാഹനം ഓടിപ്പിക്കാനുള്ള ഒരു മനസ്സ് തോന്നി. പപ്പ ഓടിക്കണോ ഈ വണ്ടി ഇടപ്പോ ഞാൻ ഇങ്ങനെയുള്ള വണ്ടി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടെ ഉള്ളതാ, എനിക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ കുറച്ചു നേരം ദൈവസാന്നിധ്യത്തിൽ ഇരുന്നപ്പോ പരിശുദ്ധമ്മ പറഞ്ഞ പോലെ നീ അന്ന് പറഞ്ഞതാട്ടോ, ആ മകൻ മറന്നില്ല. പ്രോമിസുകൾ ഒരിക്കലും മറക്കരുത്. സമയമാകുമ്പോ നിന്റെ കൈ കർത്താവ് തരും. ഹല്ലേലൂയ. നീ ഉദയപ്പെടുന്ന അവസരത്തിലായിരിക്കാം പരിശുദ്ധമ്മയോട് സംസാരിച്ചേ. വേദനിക്കപ്പെടുന്ന ആ സമയത്തിലായിരിക്കാം പരിശുദ്ധമ്മയോട് സംസാരിച്ചേ. അത് തക്ക സമയത്ത് വെളിപ്പെട്ട് വരും. ഈ പച്ചവെള്ളം വീഞ്ഞാക്കി തീരേണ്ട ഒരു സമയമുണ്ട്. അതിനുമ്പ് യേശു പ്രവർത്തിക്കില്ല. യേശുവിന് അങ്ങനെ ഒരു കുഴപ്പമാണ്. ഒരു തക്ക സമയമുണ്ട് നിന്റെ ജീവിതത്തിന്റെ അകത്ത്. അതിനു മുമ്പേ കർത്താവ് പറയും, മോളെ വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞ വഴി തുറന്നു തരത്തില്ല. യേശുവിന്റെ അമ്മമാർക്ക് ഇത്തിരി പ്രശ്നമാണ് ചിലപ്പോ അല്ലേ. അമ്മമാർ എന്ത് ചെയ്യും? പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി സോപ്പിടാൻ ശ്രമിക്കും അല്ലേ. പക്ഷെ ദൈവത്തിന്റെ സന്നിധി അത് പറ്റത്തില്ല. അമ്മ വന്ന് ശുശ്രൂഷക്കാർ
യേശു എന്തേലും പറഞ്ഞ അതുപോലെ ചെയ്യണം. അമ്മയ്ക്ക് വെപ്രാണ്, ചില അമ്മമാർക്ക് അങ്ങനെയാണ്. ഞാനൊരു കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ദൈവം പ്രവർത്തിക്കില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ ഇരിക്കുകയുമില്ല. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഒരു കാര്യം ഒന്നും കൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ദൈവം എഴുന്നേൽക്കത്തില്ല. ദൈവത്തിന്റെ സമയമായാൽ അവൻ ഇരിക്കത്തുമില്ല. ദൈവം എഴുന്നേറ്റ ശത്രുക്കളെല്ലാം എന്ത് ചെയ്യും? ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ ചോദ്യമല്ലേ? നീ കർത്താവിനോട് ചോദിക്കും, ദൈവമേ എന്റെ കൂടെ ദൈവം ഉണ്ടോ? ഇതിനകത്ത് പലരും ചോദിക്കുക. ഞാൻ പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പരാജയം വരില്ലെന്നല്ല, തോൽവി വരില്ലെന്നല്ല, പ്രയാസം വരില്ലെന്നല്ല, അതിൻ്റെ അകത്ത് നീ തകരപ്പെടത്തില്ല. ഒന്നാമത്തെ സിംറ്റം നിങ്ങൾക്കുള്ള തൂക മനസ്സിലായോ? അതിൻ്റെ അകത്ത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം എഴുന്നേറ്റാൻ കഴിഞ്ഞ പിന്നെ ശത്രുക്കളുടെ വായ കടഞ്ഞു. സിംഹക്കുഴിയുടെ അകത്ത് ദാനിയേലിനെ എടുത്തിട്ടു. സിംഹം അമരാത്തത് കൊണ്ടാണ്. സിംഹത്തിന്റെ സ്വഭാവം എങ്ങനെയാ മക്കളെ പറ? സിംഹത്തിന്റെ സ്വഭാവം പെട്ടെന്ന് പറഞ്ഞേ, ഓടി വാടാ, ഇങ്ങോട്ട് ഓടി വാടാ, പെട്ടെന്ന് പറഞ്ഞേ. സിംഹം എങ്ങനെയാ? പെട്ടെന്ന് പറഞ്ഞേ. ചാടി കളിക്കും സിംഹം. പിന്നെ എന്ത് ചെയ്യും? ഓടി കളിക്കും. ആ ഓടി കളിക്കും, ചാടി കളി. ഓക്കെ, രണ്ടു വന്നാ പിന്നെ എന്ത് ചെയ്യും? ഒന്നാളെയല്ലേ സിംഹത്തിന്റെ ആ പ്രത്യേകത അറിയാലോ അല്ലേ? പക്ഷേ ദാനിയേൽ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലനെ സിംഹക്കുഴിയുടെ അകത്ത് കിടന്നപ്പോ സിംഹത്തിന്റെ വായ അടപ്പിച്ച ഒരു ദൈവം ഉണ്ടെന്ന്. നിനക്കെതിരെ പോരാടുന്ന ചില പൈശാചിക മാനസികമായി നിന്നെ വെല്ലുവിളിക്കുന്ന ചില നുകങ്ങളെ പൊട്ടിച്ചു കളയാ ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ടെന്ന്. മനസ്സിലായോ? ചില സിംഹങ്ങളുടെ വായടയും. നിന്റെ പപ്പയ്ക്കെതിരെ അമ്മയ്ക്കെതിരെ അലറുന്ന ചിലരുണ്ടല്ലോ. എന്നോട് പറയുന്നത് കേട്ടോ, ഞാൻ ദൂരം പറയുക. വിശ്വസിക്കാമോ? നിനക്കെതിരെ അമറുന്ന ചിലർ അമറും. ഞാനിവിടെ ഉണ്ട്. ചിലർ അമറും. അവരുടെ ചോദിച്ചിട്ട് നമ്മൾ ചിലത് ചെയ്യാവും അല്ലേ മോളെ? ചിലർ അങ്ങനെയാ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കാരണവരായി ഞാൻ ഇരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ അവൻ പോയി ഏതെങ്കിലും പൊട്ടക്കുഴി വീണ ഞാൻ ഉത്തരവാദി അല്ല. അങ്ങനെ പറഞ്ഞോണ്ട് ചിലർ ഇരിപ്പുണ്ട്. ഞാനൊരു കാര്യം പറയാം. അമ്മ സിംഹത്തെ പേടിക്കേണ്ട, അവൻ കഴിക്കില്ല. അവരെ കൊണ്ടേയിരിക്കും. അവന് കടിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അവൻ അവറും ഒരു മൃഗശാലയെ പോലുള്ളവരെ പറ്റി നിങ്ങൾ കൊണ്ടല്ലേ ഇരുന്നോളെ. അവന് അമറാൻ മാത്രമേ പറ്റത്തുള്ളൂ, അവന് കടിക്കാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്കെല്ലാം ഇന്നത്തെ വീട്ടിൽ ഭയങ്കര ബ്ലെസ്സിങ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം എന്നോട് സംസാരിക്കുക കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുക്കളെ ഡീൽ ചെയ്യേണ്ടത് നിങ്ങളല്ല, ദൈവമാണ്. പപ്പ പലപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം, നീ ഇരുന്ന് പ്രാർത്ഥിച്ച ചില വൈരികൾ പൊട്ടുന്നതിന്റെ കാരണം ഞാൻ ദൈവമായിട്ടുള്ള ബന്ധുവാണ്. ഞാൻ 100% ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ പിതാവാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ മാതാവാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഇവരെ എല്ലാവരെക്കാളും ഞാൻ യേശുവിനെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഫയൽ എടുത്തിട്ടേ കർത്താവിന് വേറെ ആരെ ഫയൽ എടുക്കാൻ പറ്റൂ. കാരണം അതുകൊണ്ടാണ് നീണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസതയോടെ എന്റെ അപ്പന്റെ വേല ചെയ്ത നിങ്ങൾ പ്രതീക്ഷിക്കും അജിത സിസ്റ്റർ എനിക്ക് സഹായിക്കണേ. ഞാൻ പ്രതീക്ഷിക്കും അജിത സിസ്റ്ററിന് എന്നെ സഹായിക്കും. 29-ാം തീയതി മീറ്റിംഗിന് വേണ്ടി സഹായിക്കാൻ ഞാൻ അജിത സിസ്റ്ററെ മാനുഷ്യമായി പറയുക കേട്ടോ. അജിത സിസ്റ്ററെ കണ്ടിരിക്കുകയാണ്. അജിത സിസ്റ്റർ ചുമ്മാ പറയണം പോലെ അജിത സിസ്റ്റർ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു, ഒന്നും കണ്ടില്ല. അടുത്ത് ഞാൻ വിചാരിക്കാം വിനിത സിസ്റ്റർ വരും. വിനിത സിസ്റ്റർ വന്ന് എന്നെ 29-ാം തീയതി കൺവെൻഷന് വേണ്ടി സഹായിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്കറിയാം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. വിനിത സിസ്റ്റർ വന്നു, സിസ്റ്റർ സഹായിച്ചിട്ട് പോയെന്ന് വെച്ചോ. അടുത്തൊരാൾ വന്നു, നാം പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല സഹായിക്കണേ. ഇവിടെ എല്ലാം വാതിലടഞ്ഞാലും സ്വർഗം കർത്താവ് തുറക്കും. വിശ്വസിച്ചോ? കൈകൾ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ? കൈകൾ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ? നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന സമയമാണ്. നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ, ആർക്കും വേണ്ടാത്ത കൽപാത്രത്തെ ഉപയോഗിച്ച ദൈവത്തിന്റെ കരം നിന്റെ അഭിഷേകം
നാട്ടിലൊക്കെ പോകുന്ന അഭിഷിക്കന. ഞാൻ പറഞ്ഞു വിദേശ രാജ്യത്ത് പോകരുത്. നമ്മൾ ഒരു കൂട്ട സഹോദരിമാര് വളരെ ആത്മദാഹത്തോടെ ഇരിപ്പുണ്ട് വചനം കേൾക്കാൻ. ഇത് കഴിഞ്ഞിട്ട് പാസ്റ്റങ്ങൾ പോക്കോ. അങ്ങനെ കൊണ്ടുവരുക. എത്ര പേര് ആ മീറ്റിങ്ങിനോർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചതിനേക്കാൾ ഓരോ 5 മിനിറ്റ് കൂടെ കൂടുതൽ പ്രാർത്ഥിക്കും. ഒന്ന് കൈകൊള്ളിക്കേ. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടി നമ്മുടെ കൺവെൻഷന് വേണ്ടി. 29-ാം തീയതിയാണ് മീറ്റിംഗ്. വൈകുന്നേരമാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 മണി മുതൽ 9 മണി വരെ ഇതേ ഹാളിലായിരിക്കും. ഇരിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല. നിങ്ങൾ നേരത്തെ വരണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. പച്ച വെള്ളം വീഞ്ഞാകുന്നത് എപ്പോഴെന്ന് നീ അറിയില്ല. നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം വെളിപ്പെടും. അമ്മയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില VIP-യുടെ ചില കൺസിഡറേഷൻസുകൾ പരിശുദ്ധാത്മാവ് ഒരുക്കും. ഡോക്ടറിന്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കണം. ഡോക്ടറിനോട് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ചില VIP വിസിറ്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്ന നാടുകൾ വിദൂരമല്ല. അതിന്റെ അകത്ത് ഓഫീസിന്റെ അകത്ത് പലർക്കും കിട്ടാത്ത ചിലത് നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കാൻ പോകുന്നു. എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട്. ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട്. ദൈവത്തെ മാനിച്ചാൽ കർത്താവ് നിന്നെ മാനിക്കും. ദൈവത്തെ ഉയർത്തിയാൽ അവൻ നിന്നെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുകയോ. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഞാൻ കരയാറുണ്ട്. എപ്പോഴെന്നറിയാമോ? കർത്താവ് ചെയ്ത നന്മകൾ ഓർത്താൻ കരഞ്ഞു. ചേച്ചി കിടന്ന അനുഭവങ്ങൾ നോക്കും. പൊട്ടക്കുഴി കിടന്ന അനുഭവമുണ്ട്. ഒറ്റപ്പെടേണ്ട ആഴങ്ങളുണ്ട്. കണ്ണുനീർ വീണ മണ്ഡലങ്ങളുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കാട്ടിലൊക്കെ അകപ്പെട്ടു പോയ മണ്ഡലങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊരു കരച്ചിൽ വരും. കാരണം നന്ദി കൊണ്ടൊരു കണ്ണുനീര് തുള്ളി വീഴും. തരാത്തതിനോർത്ത് വിഷമിക്കാറില്ല. കാരണം ദൈവം തന്നതൊക്കെ നന്മയാണ്. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി. ആ കളിമൺ പാത്രം പാടുകയാണ്. നന്മയല്ലാതൊന്നും ചെയ്യുകയുള്ളല്ലോ, തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ, തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി പാടാമോ? ഉന്നതൻ കരങ്ങൾ വീശിക്കൊണ്ട് അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമുള്ളൂ. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമുള്ളൂ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ചേച്ചിന്ന് വലിച്ചെടുത്തോണ്ട് പോയപ്പോ കൂടെയുള്ള കളിമെന്ന് പറഞ്ഞു നശിക്കാൻ പോവാ, ഗുണം പിടിക്കാതെ പോകും. ചിലര് നിന്നെ കൊണ്ട് പ്രാഗി വിട്ട ചിലരുണ്ട്. നീ രക്ഷപ്പെടത്തില്ല. ആ ശാപങ്ങളൊക്കെ ഒന്ന് പൊടിയും. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടേ? കർത്താവ് പറയണം, നല്ല കളിമൺ പാത്രം വരയാൻ കഴിയുന്ന കുശവന്റെ അടുക്കലേക്ക് നിന്റെ പാത്രത്തെ ഏൽപ്പിച്ചു കൊടുക്കും. വെള്ളം പരിശുദ്ധാത്മാവിനെ കാണിക്കണം. ശുശ്രൂഷകന്മാരോട് യേശു പറയുന്നു, വെള്ളം നിറയ്ക്കണം. നീയാകുന്ന കളിമൺ പാത്രത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവെന്ന നദി ഒഴുകണം. ദൂത ലാസ്റ്റ് ഘട്ടത്തിലോട്ട് വരുന്നു. 1 മണിക്ക് തന്നെ മീറ്റിംഗ് ക്ലോസ് ചെയ്യും. കാരണം
വളരെ വിദൂരതയിൽ എനിക്ക് പോകണം, അതുകൊണ്ടാണ് ദൂതാണ്, വെളിപ്പാടാണ് പിടിച്ചെടുത്തത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രത്തിന്റെ അകത്ത് എന്ത് ചെയ്യണം? എന്തൊഴിക്കാൻ പറഞ്ഞു? വെള്ളം. വെള്ളം പരിശുദ്ധാത്മാവാണ്. നീ ആകുന്ന കളിമൺ പാത്രത്തിന്റെ അകത്ത് എന്തൊഴിക്കണം? വെള്ളം ഒഴിക്കണം. പരിശുദ്ധാത്മാവിനെ ഒഴിക്കണം. പരിശുദ്ധാത്മാവിനെ ഒഴിക്കുമ്പോ നീ പോലും അറിയാതെ വെള്ളം മധുരമായി തീരും. ശുശ്രൂഷകന്മാര് പറയുക, വെള്ളം ഒഴിക്കാൻ പറയുക. വെള്ളം ഒഴിച്ച ആ സമയത്ത് തന്നെ എന്തായി? മധുരമായി, വീഞ്ഞായി മാറി. ഞാനൊരു കാര്യം പറയാം, കൈപ്പന്നതിനെ കുറിച്ച് പലരും പറഞ്ഞോട്ടെ, വിടക്കുന്ന പലരും നിന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, നീ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പലരും നിന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, നിന്റെ വാക്ക് ഉടഞ്ഞതാണല്ലോ, വളഞ്ഞൊടിഞ്ഞതാണല്ലോ, ഇനി ഒരു നന്മ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടത്തില്ലെന്ന് പലതും പറഞ്ഞോട്ടെ. ആരോഗ്യ പരിശുദ്ധ തൊടുക. വെറുതെ അവസാനത്തെ മിനിറ്റിന്റെ മേലെ പരിശുദ്ധം ശരീരം വേണ്ടി കാത്തിരിക്കരുത്. ഏത് നിമിഷത്ത് വേണമെങ്കിലും പരിശുദ്ധം അതിനെ തൊടും. അന്തിമമായി പരിശുദ്ധമായ വെളിപ്പാടിനെ പറയുക. നീയാകുന്ന കളിമണ്ണിന്റെ അകത്ത് വെള്ളമാകുന്ന പരിശുദ്ധമാകുന്ന നാട്ടി ഒഴുകാൻ തുടങ്ങിയാൽ നീ ആളമാറും, നിന്റെ രീതി മാറും, നിന്റെ സ്വഭാവം മാറും. വാക്കുടഞ്ഞു പോയതായിരിക്കാം, വളഞ്ഞൊടിഞ്ഞു പോയതായിരിക്കാം, ഇനി ഒരു രക്ഷയില്ലെന്ന് നീ നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞതായിരിക്കാം. നിന്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോകുകയാണ്.
കൊടുക്കാൻ പറഞ്ഞു. 9-ാം വാക്യം. അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാൽ. ലോകം നിന്നെ കുറിച്ച് പറയുന്ന വചനമായി ഇനി വായിക്കാൻ പോണേ. എല്ലാവരും ഒരുമിച്ച് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ആ വചനം വായിക്കാം. അയച്ചു. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് ചോദിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത കളിമൺ പാത്രമാകുന്ന നിങ്ങളുടെ അകത്ത വീഞ്ഞിനെ പകർന്നിരിക്കണേ. ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ പോവുക. ഇനി നിങ്ങളിൽ നിന്ന് ഈ വീഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ പോവുക. ഇനി ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മാത്രമല്ല, കൂടാരമാകുന്ന ഭൗമഭവനം ഒഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക. ഈ കൂടാരമാകുന്ന ഭൗമഭവനമായ ഈ ശരീരം കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി. നമ്മളെല്ലാവരും മണ്ണ് കൊണ്ടായ കർത്താവ് ഉണ്ടാക്കി. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിന്റെ അകത്ത് ആ വെള്ളം നിറച്ചേ. പരിശുദ്ധാത്മാവിന്റെ നദി എവിടെ നിന്നാ വെളിപ്പെട്ട് വരണേ? ആലയത്തിൽ നിന്നാണ്, കൂട്ടായ്മകളിൽ നിന്നാ. അതുകൊണ്ട് ആ കൂട്ടായ്മയ്ക്ക് വാ ചേട്ടാ, കൂട്ടായ്മയ്ക്ക് വാ ചേച്ചി എന്ന് വിളിക്കണേ. ഈ നദിയില്ലാതെ നിനക്ക് എവിടെ പോയാലും നിനക്ക് നന്മ അനുഭവിക്കാൻ പറ്റില്ല. ഒരുമിച്ച് എഴുന്നേൽക്കാമോ? ആ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണ്. നിങ്ങളാകുന്ന കളിമൺ പാത്രത്തിന്റെ അകത്തേക്ക് ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സമയം ആരെയും നോക്കി നിൽക്കരുത്. ഇന്ന് ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ഇന്ന് മീറ്റിംഗിൽ വന്നെങ്കിൽ എനിക്ക് ദൈവ സാന്നിധ്യം പ്രാപിക്കണം. എന്റെ മേൽ, ഞാനാകുന്ന കളിമൺ പാത്രത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടണം. എന്റെ അകത്ത് ഉള്ള നദി വീഞ്ഞായി മാറണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ചില ദിനങ്ങളിൽ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവാടത്ത് വെളിപ്പെടുകയാണ്. വാക്കുടഞ്ഞു പോയോ, വളഞ്ഞൊടിഞ്ഞു പോയോ, സാരമില്ല. നല്ല കുശവൻ തനിക്ക് തോന്നിയതുപോലെ. ഇരമ്യാവിന്റെ പുസ്തകം 18:4 പറയുന്നു, കുശവന്റെ കയ്യിലുള്ള കളിമൺ പാത്രം തന്റെ കയ്യിൽ ചീത്തയായി പോയി. ആ കുശവൻ തനിക്ക് തോന്നിയതുപോലെ ഒരു പാനപാത്രമായി പുറത്തു കൊണ്ടുവന്നെന്ന്. തകരപ്പെട്ട കുഞ്ഞേ, നിന്നെ കല്യാണത്തിലേക്ക് പോയത്. യേശു ആ കൽപാത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. നമ്മൾ ആ വചനം വായിച്ചു. ആർക്കും വേണ്ടാത്ത കൽപാത്രം മറ്റുള്ളവരുടെ യഹൂദന്മാരുടെ നിയമപ്രകാരം കാല് കഴുകാനാണ് ഉപയോഗിച്ചിരുന്നത്. ആ യജമാനൻ അത് വാങ്ങിച്ചിട്ട് വർഷങ്ങളായി കാണും, ഒരു ഉപയോഗവും ഇല്ല. അകത്തുള്ള പാത്രങ്ങൾ പുറത്തെടുത്തോണ്ട് യജമാനൻ വരുമ്പോ അകത്ത് മാന്യതയുള്ള പാത്രങ്ങൾ പലപ്പോഴും പുറംപറമ്പിൽ കിടന്ന പാത്രത്തിനെ കളിയാക്കി കാണും. അയ്യേ, നിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഇനി എല്ലാം തീർന്നു പോയല്ലോ, ഇനി നീ എഴുന്നേറ്റ് വരത്തില്ലല്ലോ. പക്ഷേ ഹല്ലേലൂയ, സമയമായപ്പോ യേശു കർത്താവ് നിന്നെ തിരക്കി വന്നെന്ന് ദൂത് മനസ്സിലാക്കുന്നവർ മാത്രം ആരാധിച്ചാൽ മതി. സമയമായപ്പോഴുണ്ടല്ലോ തകർന്നു പോയ നിന്നെ കർത്താവ് അസാധാരണ തീ പിടിക്കണം. ദൂത് അകത്ത് കയറിയവൻ പ്രതികരിക്കും. ദൂത് അകത്ത് കയറിയവൻ പ്രതികരിക്കും. എന്നുള്ള ദൂത ഇന്നത്തല്ല വാക്കുടഞ്ഞു പോയാല്, വളഞ്ഞൊടിഞ്ഞു പോയാല് നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. പുതിയ ചിലത് തുടങ്ങുകയാണ്. പുതിയ തുടക്കങ്ങൾ സഹോദര നിനക്ക് വേണ്ടി തുടങ്ങുകയാ. ഇന്നലെ വരെ ആരും നിന്നെ മാനിക്കാത്ത സീസൺ ആയിരുന്നെങ്കിൽ അടുത്ത സീസൺ എല്ലാവരും നിന്നെ മാനിക്കുന്ന സീസൺ. കഴിഞ്ഞ നാളിൽ എല്ലാവരും നിന്നെ കുറ്റം പറയുന്ന സീസൺ ആണെങ്കിൽ ഇന്ന് എല്ലാവരും നിന്റെ വാക്കുകൾ കേൾക്കുന്നതിന്റെ സീസൺ വരുക. പ്രാർത്ഥിച്ചു വേണം. അന്യഭാഷ സംസാരിച്ചു തുടങ്ങാം. അന്യഭാഷ സംസാരിച്ചു തുടങ്ങാം. ഉപവാസം പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ ദിവസത്തെ തീ പിടിക്കുമോ? ചിലതിനെ തീ പിടിക്കുമോ? വാക്കുടഞ്ഞു പോയി. വാക്കുടഞ്ഞു പോയോ, വളഞ്ഞൊടിഞ്ഞു പോയോ, നിന്റെ മേൽ അസാധാരണ തീ പിടിക്കണം. ഓ നിന്റെ കാലിലേക്ക് തീ പിടിക്കട്ടെ. നിന്റെ കാലിലേക്ക് തീ പിടിക്കട്ടെ. ആരാ വന്നേക്ക് തകർന്നു പോയത്? ആരാ
പലരും നിന്നെ തേടി വരും. കാനാവിലെ കല്യാണത്തിന്റെ അകത്തെ വീഞ്ഞ് പകരപ്പെട്ട ആ കൽപാത്രത്തെ കാണാൻ ആ ഗ്രാമത്തിലെ എല്ലാവരും തടിച്ചുകൂടിയിരുന്നു. നിങ്ങളെ തേടി രാജ്യങ്ങൾ വരും. നിങ്ങളെ തേടി പട്ടണങ്ങൾ വരും. രാജ്യങ്ങളുടെ തേടി വരും. പട്ടണങ്ങളുടെ തേടി വരും. ഓ നദുര ഹദരഗമസ് യേഗമസ് നിങ്ങളുടെ തേടി നീ പോകണ്ട. നന്മയെ തേടി നീ പോകണ്ട. ഓ രാക്ഷസിമാരുടെ ദൈവത്തിനെ കൊടുക്കും. രാജാക്കന്മാരുടെ അരമനകളിൽ ശുശ്രൂഷിക്കേണ്ട ചിലർ ഇതിനകം ഇരിപ്പുണ്ട്. രാജാക്കന്മാരുടെ അരമനകളിൽ കർത്താവിനെ കാണിക്കുന്നു. ചില ഉന്നത പദവികളിൽ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയേണ്ട ചില സഹോദരന്മാർ ഇതിനകത്തുണ്ട്. സഹോദരന്മാർ ഇതിനകത്തുണ്ട്. അന്നാവരെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നിന്ദയ ഉപയോഗിക്കുന്നത്. വാക്കുടഞ്ഞു പോയ നിന്ദയ, ആർക്കും വേണ്ടാത്ത നിന്ദയ. ജീവിതത്തിനകത്തൊരു സമാധാനമില്ലേ? മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലേ? വിദ്യാഭ്യാസത്തിനകത്ത് ഒരു ഉയർച്ചയില്ലേ? നിന്റെ തലമുറ നന്നാവുകൊണ്ട് നിനക്ക് തോന്നുന്നില്ലേ? നിന്റെ ദേശത്ത് നീ അപമാനിക്കപ്പെടുന്നുണ്ടോ? നീ കടഭാരത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? പരിശുദ്ധമായ ഇതൊക്കെയോ സംസാരിക്കണോ? ദൈവത്തിന് നിന്റെ ആവശ്യം. ഭയങ്കര ദൈവസാന്നിധ്യം
ചെയ്ത് പുറത്തു കൊണ്ടുവരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ മീറ്റിംഗിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ അഭിഷിക്ത സഭയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നാഥാ 7-ാം മാസവും ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്ത് മീറ്റിംഗ് നടത്തുവാൻ ഒരുക്കിയ വലിയ സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ശക്തമായി വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. ചില ഹൃദയങ്ങളെ പണിതതിനായി നന്ദി പറയുന്നു. മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെ തുറന്നതിനായി നന്ദി പറയുന്നു. വഴികളെ തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുപ്പ കർത്താവേ, നാളെ മുതൽ നടക്കുന്ന എല്ലാ ഉപവാസ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളെ സ്വർഗം ഒരുക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിൽ ദിവ്യമായ കൃപ കൂടെ ഇരിക്കണേ അപ്പ. മീഡിയ ഓപ്പറേറ്റ് ചെയ്ത പ്രിയ അഭിഷിക്തനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാദാ ഓർഗൻ വായിച്ച പ്രിയ മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊയറംഗങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അഭിഷിക്ത കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ ജീവിതത്തിന്റെ അകത്ത് ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് സകല പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഞങ്ങളെ പിന്തുടരുന്നതിന് കാരണമായി തീരട്ടെ. അങ്ങയുടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ കുടുംബമായി ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രിയിലെ എല്ലാ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജൂലൈ മാസം 20 ഈ മാസം 29 നടക്കുന്ന കൺവെൻഷൻ യോഗത്തിൽ കടന്നു വരുന്ന പ്രിയ അഭിഷിക്തൻ ശോഭരാജ് മാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടീം അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് എത്തിച്ചേരാൻ സഹായിക്കണം. കാലാവസ്ഥകൾക്ക് അനുകൂലമായി തീരും ഒരു കൂട്ടം ആൾക്കാരെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണം. ആത്മാവിലോ ജനിക്കപ്പെടുന്ന ഒരു ജനറേഷൻ പുറത്തു വരുവാൻ അന്നത്തെ മീറ്റിംഗിൽ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റുന്നതിനായി സ്തോത്രം. എല്ലാ മാനമോത്വം കർത്താവിന് വേണ്ടി അർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോയതിന് മുമ്പ് നമ്മുടെ ജോലിയുടെ കഴിഞ്ഞ രാത്രി ആരാധനയ്ക്ക് നടക്കുന്നവരാത്ത എത്ര പേരുണ്ട്? ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ്. എല്ലാ ആരാധനകളിലും വ്യക്തമായി പങ്കെടുക്കാൻ ഉറപ്പിക്കുന്നു. നാളെ മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഉപവാസ പ്രാർത്ഥനയൊക്കെയാണ്. തീരാത്തതായ വിഷയങ്ങൾക്ക് പരിഹാരമുള്ള ഉപവാസ പ്രാർത്ഥന കൊണ്ടാണ് ഈ മീറ്റിംഗ് പ്രത്യേകിച്ച് ക്രമീകരിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കടന്നു വരണം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. എല്ലാ കാരണവും ശക്തിയോടെ എല്ലാ കാരണവും ശക്തിയോടെ എല്ലാവരും no
അതുകൊണ്ട് ഒരു അവസരം കൂടെ നൽകിയ ആവശ്യത്തെ ആവശ്യത്തെ അതിക്രമിതയിൽ നിർത്തിയ കൃപയ്ക്കായ കൂട്ടായ്മ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ കൃപയ്ക്കായ സഹോദരൻ കടന്നു എല്ലാവരുമേ ആളവൻ്റെ വാദന ശക്തി എല്ലാവരും വെളിപ്പെട്ട് ഇരട്ടിപ്പെട്ട് അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കടന്നുകൊണ്ടിരിക്കത്തില്ല ആലയത്തിൽ തുറന്നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് 3 ദിനങ്ങൾ എല്ലാം ദൈവം തന്നെ നയിച്ച് അവരുടെ ചന്തം വഹിച്ചെടുക്കുക ചൂട്ടിൽ വരുമ്പോൾ അഭിഷേകത്തെ കൃപയിൽ നിൽക്കുക സ്ഥലം അവരുടെ മടക്കാത്തെല്ലാം ദൈവം കൂടെ വീണ്ടും കൂടി വരുമ്പോൾ നിങ്ങളുടെ രക്തക്കോട്ടുകളിൽ മറച്ചോണം കൃപയും കൂടെ മഹത്വം കടക്കി യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൃപയോടെ പരിശുദ്ധനെ പരിശുദ്ധാത്മാവിനെ ആശ്വസിപ്പിക്കുന്ന നാം ഇപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ആരാധന സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 10:30 മണിക്ക് 1 മണി വരെ ഇങ്ങനെ ശനിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദൈവങ്ങളും ദയവായി അത് ഉറപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകും. പ്രത്യേകം പ്രാർത്ഥിക്കുന്ന താല്പര്യമുണ്ടോ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെല്ലാം